ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി വെച്ചുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാ അസുഖക്കാർക്കും ഈ ഇഡ്ഡലി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതുണ്ടാക്കുന്ന വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് അരി 4 മണിക്കൂർ കുതിർത്തതും അതിൻ്റെ കൂടെ ഉഴുന്നും 1/2 കപ്പ് ഉഴുന്നും 1 നുള്ളു ഉലുവായും ആദ്യം അരച്ചെടുത്തു. അതിൻ്റെ കൂടെ 1 കപ്പ് റാഗിയുടെ പൊടിയും 1/2 കപ്പ് ചോറും കൂടെ അരച്ചെടുത്തതാണ് ഈ ഇഡ്ഡലിക്കുള്ള റാഗിയുടെ കൂട്ട്. നമുക്കിതൊന്ന് 8 മണിക്കൂറൊന്ന് പുളിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള റാഗി ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി നമുക്ക് പുഴുങ്ങിയെടുക്കാം. അടച്ചത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞു. മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഇഡ്ഡലി പുഴുങ്ങാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റീമറിലേക്ക് ഇഡ്ഡലി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി റെഡി ആയിരിക്കുകയാണ്. നമുക്കത് തണുക്കാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിരിക്കുകയാണ്. ഏത് അസുഖക്കാർക്കും ഈ ഇഡ്ഡലി കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.